നമസ്കാരം. നമ്മുടെ ഇടയിൽ ഏറ്റവും സിമ്പിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും കാരണം ബാങ്കിൽ FD കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുക എന്നുള്ളത്. അപ്പോൾ FDയിൽ ഇൻട്രസ്റ്റ് കൃത്യമായിട്ട് കിട്ടും എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതും നമ്മൾ കണ്ടുവന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ FD ഇടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ FD ഇടുന്ന ബാങ്കിൻ്റെ ക്രെഡിബിലിറ്റി. ആ FD ഇടുന്ന ബാങ്ക് എന്നേക്കും നിലനിൽക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഒരു നാഷണലൈസ്ഡ് ബാങ്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലിസ്റ്റഡ് ബാങ്കുകളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഈ ബാങ്കിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ് നല്ലതാണ്. അപ്പോൾ ഈ ബാങ്കൊക്കെ നിലനിൽക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം ബാങ്കിൽ ഇടുമ്പോൾ പല ആൾക്കാരുടെ ഒരു കംപ്ലയിൻ്റാണ് ഇതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന ബാങ്കുകൾ പുറത്തില്ലേ, അതിൽ ഇട്ടാൽ പോരെ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഏത് ബാങ്കിലാണ് നമ്മൾ FD ഇടുന്നത്, ഒരു ഹയർ ഇൻട്രസ്റ്റ് റേറ്റിനാണ് FD ഇടുന്നുണ്ടെങ്കിൽ ആ ബാങ്കിൻ്റെ നിലനിൽപ്പ് ഒരു 5 കൊല്ലം 7 കൊല്ലം കഴിയുമ്പോൾ ഉണ്ടോ, അങ്ങനെ നമുക്ക് അത്ര വിശ്വാസമാണെങ്കിൽ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ വളരെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹാർഡ് ഏൺ മണിയാണ് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ബി വിജിലൻറ്റ്.